വെൽക്കം ടു അവർ വീഡിയോ. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായൊരു പക്കോടയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ അരിപ്പൊടി, കടലമാവ്, പൊരികടല. ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കി നന്നായി പൊടിക്കണത്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, ഉപ്പ്, പിന്നെ കായ നമ്മൾ നേരത്തെ തന്നെ ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കായ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇതിലിട്ട് കുഴയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് പൊരികടല ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. ചൂടായി വരുന്നുണ്ട്. ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊരികടല നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി നമുക്കത് ഈ ഒരു ബൗളിൽ ഒരു ബൗള് കടലമാവ്, അതുപോലെ ഒരു ബൗള് അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ 2 ബൗള് കടലമാവും 2 ബൗള് അരിപ്പൊടിയും 1 ബൗള് പൊരികടലപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം മുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചിരിക്കുന്ന കായം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം മാവ് നല്ലപോലെ കൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. ഇനി ഇതിന് ഉപയോഗിക്കുന്ന ചില്ല് ഇതാണ്. നമുക്കത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ മാവ് ഫില്ല് ചെയ്യാം. സിമ്മാക്കി വയ്ക്കാം. സിമ്മിലിടണം. കഴിക്കോ? പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതിപ്പോൾ നമുക്ക് ഷേപ്പ് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് പൊടിച്ച് കഴിഞ്ഞ് നീളം ഷേപ്പായിട്ട് തന്നെ കിട്ടിക്കോളും. ഇതും കൂടി ആവാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പക്കോട ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് മുകളിൽ വിടണം. എന്തെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.